We have discussed about three types of control statement. Among that, we already discussed sequence construct, selection construct, and now we are going to discuss the third type, iteration construct. Here we are discussing about the loops. ഇതിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇഫ് ദ കണ്ടീഷൻ ഈസ് ഫാൾസ്, ഈ ലൂപ്പിൽ നിന്ന് പുറത്തോട്ട് വരും. ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ, എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് വിൽ ബി റിപ്പീറ്റഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. ദെൻ വൺസ് അഗെയിൻ ദ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റുകൾ എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. ആൻഡ് വെനെവർ ദ കണ്ടീഷൻ ഈസ് ഫാൾസ്, ഈ ലൂപ്പിന് പുറത്തു വരും. അതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റിനകത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാവും. ലൈക്ക് n assign n+1, I assign I+1, etc. So a set of statements will be repeated depends upon a condition. After checking the condition, a block of statements are repeated again and again. This iteration stops when the condition becomes false. ഈ ഇറ്ററേഷൻ സ്റ്റേറ്റ്മെന്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ലൂപ്സ്. There are two types of loops in Python, for loop and while loop. Now let us discuss while loop. Here a particular condition is evaluated with a test expression. If it is true, a course of action is followed. The statements in the course of action, that is the instructions, is written with an indent. Within the body, the control variable is updated. If the expression evaluated true again, the course of action will be repeated. It will continue till the test expression evaluates false. While loopine സംബന്ധിച്ചിടത്തോളം ഒരു particular condition is evaluated with a test expression. അത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ അതിന് ശേഷമുള്ള ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യപ്പെടും. That instruction will be written with an indent. ഈ ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷനിൽ ഒരു കൺട്രോൾ വേരിയബിൾ ഉണ്ടാവും. ആ കൺട്രോൾ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓരോ പ്രാവശ്യവും ടെക്സ്റ്റ് എക്സ്പ്രഷൻ വീണ്ടും ഇവാലുവേറ്റ് ചെയ്യും. സ്റ്റിൽ ഇഫ് ഇറ്റ് ഈസ് ട്രൂ, ആ ലൂപ്പിനകത്ത് തന്നെ ആയിരിക്കും നമ്മൾ ദ കോഴ്സ് ഓഫ് ആക്ഷൻ വിൽ ബി റിപ്പീറ്റഡ്. ഇറ്റ് വിൽ കണ്ടിന്യൂ ടിൽ ദ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ്സ് ഫാൾസ്. ടെസ്റ്റ് എക്സ്പ്രഷൻ എപ്പോഴാണോ ഫാൾസ് ആകുന്നത് അതുവരെ ഈ ലൂപ്പിനകത്ത് തന്നെ ഉണ്ടാവും. ഇതാണ് ഇതിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. വൈൽ കണ്ടീഷൻ എക്സ്പ്രഷൻ കോളൻ ഇൻസ്ട്രക്ഷൻ 1, ഇൻസ്ട്രക്ഷൻ 2, എക്സെട്ര. നമുക്കൊരു പ്രോഗ്രാം ഡിസ്കസ് ചെയ്യാം. ദെൻ യു വിൽ ഗെറ്റ് ബെറ്റർ ഇൻഫർമേഷൻ. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ യൂസിങ് വൈൽ. സോ വി നീഡ് ടു മേക്ക് എ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. സോ എക്സ് അസൈൻ ഇൻപുട്ട് എൻ്റർ ദ നമ്പർ. പ്രിന്റ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് എക്സ്. അപ്പോൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് എൻ്റർ ദ നമ്പർ എന്ന് കാണിക്കും. അവിടെ നമ്മൾ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് എക്സ് എന്ന് കാണിക്കും. അതായത് നമ്മൾ 5 ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 5 എന്ന് വരും. നൗ n assign 1 while n less than or equal to 12. n എന്ന് പറയുന്ന നമ്പർ 12നേക്കാൾ ചെറുതാവുകയോ തുല്യമാവുകയോ ചെയ്യുന്നിടത്തോളം കാലം ഈ ലൂപ്പ് വർക്ക് ചെയ്യും. ദിസ് ഈസ് അവർ കണ്ടീഷൻ. നൗ പ്രിന്റ് %d ഇൻറ്റു %d ഈക്വൽ ടു %d n x n ഇൻറ്റു എക്സ്. അപ്പോൾ ഈ ഫസ്റ്റ് %d എന്നുള്ളത് എന്നിലുള്ള വാല്യൂ വരും. നമ്മൾ എന്നിലുള്ള വാല്യൂ 1 ആണ്, അത് വരും. രണ്ടാമത്തെ %d എന്നുള്ളിടത്ത് എക്സിലുള്ള വാല്യൂ വരും. മൂന്നാമത്തെ %d എന്നുള്ളിടത്ത് n ഇൻറ്റു എക്സിലുള്ള വാല്യൂ വരും. സോ ഇനീഷ്യലി n ഈക്വൽ ടു 1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഇവിടെ 1 എന്ന് വരും. എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം 5 ആണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഇവിടെ ഈ രണ്ടാമത്തെ %ൻ്റെ അവിടെ 5 എന്ന് വരും, ഈക്വൽ ടു %d. ദാറ്റ് മീൻസ് 1 ഇൻറ്റു ദാറ്റ് ഈസ് 1 ഇൻറ്റു 5 ഈക്വൽ ടു 5. നൗ n അസൈൻ n+1. എന്നിൻ്റെ വാല്യൂ 1 ആണ്, അതൊന്ന് ഇൻക്രീസ് ചെയ്യും. എന്നിൻ്റെ വാല്യൂ ഒന്നുകൂടി ഇൻക്രീസ് ചെയ്തതിന് ശേഷം ദാറ്റ് ഈസ് നൗ എന്നിൻ്റെ വാല്യൂ 2 ആണ്, ഇറ്റ് ഈസ് 2. അപ്പോൾ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. വൈൽ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഈസ് ലെസ് ദാൻ 12. വീണ്ടും ഇതുപോലെ തന്നെ 2 ഇൻറ്റു
5 ഈക്വൽ ടു 10 എന്ന് ഡിസ്പ്ലേ ചെയ്യും. ദെൻ എന്നിൻ്റെ വാല്യൂ വൺസ് അഗൈൻ ഇൻക്രീസ് ചെയ്യും. നൗ n ഈക്വൽ ടു 3 is less than 12. ഇതുപോലെ ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും until n equal to 12. Then print thank you. So enter the number എന്ന് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ 5 എന്ന് എൻ്റർ ചെയ്തു ഫോർ എക്സാമ്പിൾ. ദെൻ the display will be like this, multiplication table of 5. n into 5 equal to 5, 2 into 5 equal to 10, 1 into 5 equal to 5, 2 into 5 equal to 10. ഈ രീതിയിലൊരു ടാബിളാണ് നേരത്തെ കൊടുത്ത പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഡിസ്പ്ലേ ചെയ്യുക. Now, for loop. It is another method of looping in Python. See this example. For I in range of 5 colon print I. നമുക്കറിയാം റേഞ്ച് ഓഫ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരു ലിസ്റ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് 5 0 1 2 3 4 എന്ന, അതായത് 5ന് താഴെയുള്ള 5 നമ്പർ ഫ്രം 0 അത്തരത്തിലുള്ള ലിസ്റ്റ് ഫോം ചെയ്യുന്നു. ആ ലിസ്റ്റിൻ്റെ ഒന്നാമത്തെ വാല്യൂ എന്ന് പറയുന്നത് that will be 0. the first value element will be 0, second element will be 1, third element will be 2. ആ രീതിയിലാണ് അത് പോകുന്നത്. ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് 5 പ്രിന്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഒന്നാമത്തെ എലമെന്റ് ആദ്യം പ്രിന്റ് ചെയ്യും, ദെൻ രണ്ടാമത്തെ എലമെന്റ് പ്രിന്റ് ചെയ്യും, ദെൻ മൂന്നാമത്തെ എലമെന്റ് പ്രിന്റ് ചെയ്യും, നാലാമത്തെ എലമെന്റ് പ്രിന്റ് ചെയ്യും, ഫൈനലി ഫിഫ്ത്ത് എലമെന്റ് ദാറ്റ് ഈസ് 4 അത് പ്രിന്റ് ചെയ്യും. ഈ രീതിയിലാണ് ഈ ലൂപ്പ് വർക്ക് ചെയ്യുക. സോ ഇതിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഫോർ കൺട്രോൾ വേരിയബിൾ ഇൻ ലിസ്റ്റ് വിത്ത് ഡിഫറെന്റ് വാല്യൂ ഓഫ് കൺട്രോൾ വേരിയബിൾ. ഫോർ കൺട്രോൾ വേരിയബിൾ in for I in list with the different values of control variable. Instruction 1, instruction 2, etc. How it works. In this case, first we have to construct a list. For loop work ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു ലിസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യണം. Consider I as control variable. During execution, the system will assign first element to I. With this value, the instruction in the body will work. The system will assign second element to I. The process continues. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിന്റെ ആ കാര്യങ്ങൾ തന്നെ. So let us do the multiplication table by using 4. Now x assign input, enter the number. നേരത്തെയുള്ള വൈൽ ലൂപ്പ് വെച്ചുള്ള പ്രോഗ്രാം ചെയ്തതുപോലെ തന്നെ ഈ പ്രോഗ്രാം ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് എൻ്റർ ദ നമ്പർ എന്ന് വരുന്നു. പ്രിന്റ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് എക്സ്. അപ്പോൾ നമ്മൾ എക്സ് അസൈൻ എൻ്റർ ദ നമ്പർ എന്നുള്ളത് നമ്മൾ 5 ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 5 എന്ന് ഡിസ്പ്ലേ ചെയ്യപ്പെടും. അതിനുശേഷം ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് 1,11 എന്ന് പറഞ്ഞാൽ 11ന് താഴെ, അതായത് 1 മുതൽ 10 വരെയുള്ള ഒരു ലിസ്റ്റ് ഫോം ചെയ്യും. പ്രിന്റ് പേഴ്സൺ ഡി ഇൻറ്റു പേഴ്സൺ ഡി ഈക്വൽ ടു പേഴ്സൺ ഡി പേഴ്സൺ ഐ എക്സ് ഐ ഇൻറ്റു എക്സ്. ഐൻ്റെ ഒന്നാമത്തെ വാല്യൂ 1 ആയിരിക്കും, ആ വാല്യൂ ആണ് ഇവിടെ വരിക. എക്സിൻ്റെ വാല്യൂ നമ്മൾ 5 ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇവിടെ 5 വരും, ഈക്വൽ ടു പേഴ്സൺ ഡി 1 ഇൻറ്റു 5 പേഴ്സൺ ഡി എന്ന് വരും. പ്രിന്റ് താങ്ക് യു. ദെൻ ഐയുടെ വാല്യൂ 2 ആയിരിക്കും, അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ ഡിയുടെ വാല്യൂ വിൽ ബി 2. ദെൻ ഐയുടെ വാല്യൂ 3 ആയിരിക്കും, ഈ ഒരു പേഴ്സൺ ഡിയുടെ വാല്യൂ വിൽ ബി 3. ആ രീതിയിലാണ് ഇത് ഡിസ്പ്ലേ ചെയ്യപ്പെടുക. സോ ദിസ് ഇസ് ദ റിസൾട്ട്. Now, break. This is a jump statement. Break is a jump statement in Python. We can terminate innermost loop by skipping the remaining part. ഒരു പ്രോഗ്രാമിൻ്റെ ഇന്നർമോസ്റ്റ് ലൂപ്പിൽ നിന്ന് നമുക്ക് പ്രോഗ്രാമിൻ്റെ ബാക്കി ഭാഗങ്ങൾ റൺ ചെയ്യാതെ സ്കിപ്പ് ചെയ്തുകൊണ്ട് we can terminate the program. അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. So it's a jump statement.
we can terminate the innermost loop by skipping the remaining part. നമ്മളൊരു പ്രോഗ്രാം ഡിസ്കസ് ചെയ്യുക, അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് 9 പ്രിന്റ് ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റേഞ്ച് ഓഫ് 9 എന്ന് പറഞ്ഞാൽ 0 to 8, 0 മുതൽ 9 താഴെയുള്ള 8 എലമെന്റ് ഉള്ള ഒരു ലിസ്റ്റ് ഫോം ചെയ്യും. സോ ദാറ്റ് ഈസ് റേഞ്ച് ഓഫ് 9. ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് 9 എന്ന് പറഞ്ഞിട്ട് ഈ പ്രിന്റ് ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലിസ്റ്റിലുള്ള ഒന്നാമത്തെ എലമെന്റ് 0 പ്രിന്റ് ചെയ്യും, ദെൻ രണ്ടാമത്തെ എലമെന്റ് പ്രിന്റ് ചെയ്യും, മൂന്നാമത്തെ എലമെന്റ് പ്രിന്റ് ചെയ്യും, നാലാമത്തെ എലമെന്റ് പ്രിന്റ് ചെയ്യും. അങ്ങനെ ലൂപ്പ് വീണ്ടും വീണ്ടും വർക്ക് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും അണ്ടിൽ ദ 9th എലമെന്റ്. അതാണ് ഈ ലൂപ്പിന്റെ ഒരു സ്ട്രക്ചർ. ഇപ്പോൾ ഇതിൽ നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഇതിനകത്ത് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു നോക്കുക. സോ ദിസ് ദ കേസ് ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് 9 if I greater than 3 break print I. So let us discuss what will നമ്മൾ നോക്കാം എന്ത് സംഭവിക്കും നോക്കാം. അപ്പോൾ ആദ്യം ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് 9 if I greater than 3 break print I. ഒന്നാമത്തെ എലമെന്റ് 0 ആണ്. 0 is greater than 3 എന്ന കണ്ടീഷൻ ഫാൾസ് ആണ്. അപ്പോൾ പ്രിന്റ് ഐ എന്ന് പറയുന്നു 0 പ്രിന്റ് ചെയ്യും. ദെൻ ഐയുടെ വാല്യൂ 1 ആവും. അപ്പോൾ കണ്ടീഷൻ ഇഫ് ഐ ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയുന്ന കണ്ടീഷൻ ഫാൾസ് ആണ്. വീണ്ടും പ്രിന്റ് ഐ ആണ്. ദെൻ ഐയുടെ വാല്യൂ 2 ആയി. ദെൻ ഐയുടെ വാല്യൂ 3 ആയി. ഐ ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയുന്ന കണ്ടീഷൻ സ്റ്റിൽ ഫാൾസ് ആണ്. അപ്പോൾ പ്രിന്റ് ഐ ആയി. ഐയുടെ വാല്യൂ വീണ്ടും ഇൻക്രീസ് ചെയ്ത് 4 ആയി. 4 ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയുന്ന കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ കണ്ടീഷൻ ശേഷം ഒരു ഇൻഡന്റ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് ബ്രേക്ക് എന്ന് വർക്ക് ചെയ്യും. നമ്മൾ ഈ പ്രോഗ്രാമിന്റെ പുറത്തോട്ട് വരും. അഥവാ 3ൽ കൂടുതലുള്ള വാല്യൂകളൊന്നും ഇവിടെ ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നില്ല. ഇത് ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്, ഈ ജംപ് സ്റ്റേറ്റ്മെന്റ് വി ക്യാൻ യൂസ് വിത്ത് വൈൽ ആൾസോ. ഐ അസൈൻ 1 വൈൽ ഐ ലെസ് ദാൻ 9 പ്രിന്റ് ഐ ഇഫ് ഐ ഈക്വൽ ടു 3 ബ്രേക്ക് ഐ അസൈൻ ഐ പ്ലസ് 1. അപ്പോൾ ആദ്യം ഐയുടെ വാല്യൂ 1 ആണ്, അത് പ്രിന്റ് ചെയ്യപ്പെടും. ദെൻ ഇഫ് ഐ ഈക്വൽ ടു 3, ഐ ഈക്വൽ ടു 3 എന്ന് വെച്ചാൽ 1 ഈക്വൽ ടു 3 അല്ല. ദെൻ ഐ അസൈൻ ഐ പ്ലസ് 1, ഐയുടെ വാല്യൂ ഒന്നും കൂടി ഇൻക്രീസ് ചെയ്യും. ഐയുടെ വാല്യൂ 2 ആവും. ദെൻ ഐയുടെ വാല്യൂ 3 ആവും. ഐയുടെ വാല്യൂ 3 ആകുമ്പോൾ അത് പ്രിന്റ് ചെയ്യും. ദെൻ ഇഫ് ഐ ഈക്വൽ ടു 3, ഐയുടെ വാല്യൂ 3 ആണ്. അപ്പോൾ അതിന് ശേഷമുള്ള ഈ ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുകയും എക്സിക്യൂട്ട് ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പ്രോഗ്രാമിന് പുറത്തോട്ട് വരികയും ചെയ്യും. ദാറ്റ് മീൻസ് അതുവരെയുള്ള 3 എലമെന്റ് ആണ് ആകെ ഡിസ്പ്ലേ ചെയ്യപ്പെട്ടത്. ഈ ഒരു ജംപ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രേക്ക്. സോ വി ക്യാൻ ടെർമിനേറ്റ് innermost loop by skipping remaining part. Continue is another jump statement in Python. ബ്രേക്ക് പോലെയുള്ള മറ്റൊരു ജംപ് സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടിന്യൂ എന്ന് പറയുന്നത്. പക്ഷേ ഇതിന്റെ പ്രോസസ്സ് കുറച്ച് ഡിഫറെന്റ് ആണ്. ഹിയർ വി ക്യാൻ സ്കിപ്പ് റിമൈനിങ് പാർട്ട് ഓഫ് ദ ലൂപ്പ് ഫോർ ദാറ്റ് ഇന്ററാക്ഷൻ. ഇവിടെ നമ്മൾ പ്രോഗ്രാമിന് ടെർമിനേറ്റ് ചെയ്ത് വരികയല്ല ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ നമ്പർ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. സോ ഇതിന്റെ പ്രോഗ്രാം ഒന്ന് ശ്രദ്ധിക്കാം. ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് 5 എന്ന് പറഞ്ഞാൽ 0 മുതൽ 4 വരെയുള്ള 0, 1, 2, 3, 4 എന്ന് ഉൾപ്പെടുന്ന ഒരു ലിസ്റ്റ് ഫോം ചെയ്തു. ഇഫ് ഐ ഈക്വൽ ടു 3 കണ്ടിന്യൂ പ്രിന്റ് ആയി. അപ്പോൾ ആദ്യം ഐയുടെ വാല്യൂ 0 ആണ്. ഇഫ് ഐ ഈക്വൽ ടു 3 എന്ന് പറയുന്ന കണ്ടീഷൻ വർക്ക് ചെയ്യില്ല. പ്രിന്റ് ആയി 0 പ്രിന്റ് ചെയ്തു. ദെൻ ഐയുടെ വാല്യൂ 1 ആയിട്ട് മാറി. ഐ ഈക്വൽ ടു 3 എന്ന് പറയുന്ന കണ്ടീഷൻ ഫാൾസ് ആണ്. 1 പ്രിന്റ് ചെയ്തു. ദെൻ ഐയുടെ വാല്യൂ 2 ആയി. കണ്ടീഷൻ ഫാൾസ് ആണ്. 2 പ്രിന്റ് ചെയ്തു. ദെൻ ഐ ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. ദെൻ കണ്ടിന്യൂ. അപ്പോൾ കണ്ടിന്യൂ എന്നാണ് വർക്ക് ചെയ്യുക. കണ്ടിന്യൂ എന്ന് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ലൂപ്പിലോട്ടാണ് വരിക. അതിന് ശേഷമുള്ള പ്രിന്റ് ഐ സ്കിപ്പ് ചെയ്യപ്പെടും. അതായത് 3 എന്നിവിടെ വന്നിട്ടില്ല. ഇനി ലാസ്റ്റ് എലമെന്റ് ആണുള്ളത് 4 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു 4 ഐ ഇൻ റേഞ്ച് ഓഫ് 5 4 ആണ് പിന്നെയും ഇവിടെ ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആദ്യം 0 ഡിസ്പ്ലേ ചെയ്തു, 1 ഡിസ്പ്ലേ ചെയ്തു, 2 ഡിസ്പ്ലേ ചെയ്തു. അപ്പോഴെല്ലാം ഇഫ് ഐ ഈക്വൽ ടു 3 എന്ന് പറയുന്ന കണ്ടീഷൻ ഫാൾസ് ആയതുകൊണ്ട് പ്രിന്റ് ഐ എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നു. 3 വന്നപ്പോഴേക്ക് ഐ ഈക്വൽ ടു 3 ദാറ്റ് ഈസ് 3 ഈക്വൽ ടു 3 കണ്ടീഷൻ ഈസ് ട്രൂ. സോ ഇഫിന് ശേഷമുള്ള ഈ ഒരു കണ്ടിന്യൂ എന്ന് പറയുന്ന ജംപ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുകയും നമ്മൾ ലൂപ്പിലോട്ട് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും വിതൗട്ട് എക്സിക്യൂട്ടിങ് പ്രിന്റ് ഐ. ഇത് വൈൽ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഈ രീതിയിൽ എഴുതാം. ഐ അസൈൻ 0 വൈൽ ഐ ലെസ് ദാൻ
4 i<4 ആകുന്നിടത്തോളം കാലം ഈ ഒരു കണ്ടീഷൻ വർക്ക് ചെയ്യും. I assign i+1. ഐയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇഫ് i = 3, ഐയുടെ വാല്യൂ 3 ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ എന്ന് വർക്ക് ചെയ്യും. അപ്പോൾ ആദ്യം ഐയുടെ വാല്യൂ 1 ആണ്, അപ്പോൾ ഐ പ്രിന്റ് ചെയ്യപ്പെട്ടു. ദെൻ ഐയുടെ വാല്യൂ 2 ആണ്, ഈ ഒരു കണ്ടീഷൻ ഫാൾസ് ആയതുകൊണ്ട് 2 ഡിസ്പ്ലേ ചെയ്യപ്പെട്ടു. ദെൻ ഐയുടെ വാല്യൂ 3 ആയി. ഇഫ് i = 3, ഐയുടെ വാല്യൂ 3 ആണെങ്കിൽ കണ്ടിന്യൂ, നമ്മളിത് കണ്ടിന്യൂ ചെയ്യും. ദെൻ ദാറ്റ് മീൻസ് യു വിൽ കണ്ടിന്യൂ ടു ദ ലൂപ്പ് വിത്തൗട്ട് പ്രിന്റ് ഐ. പ്രിന്റ് ഐ വർക്ക് ചെയ്യാതെ ലൂപ്പിലോട്ട് പോകുന്നു, അതായത് 3 എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യപ്പെടുന്നു. ദെൻ ഐയുടെ വാല്യൂ 4 ആയി, ഐയുടെ വാല്യൂ 4 ആണ്. ഇഫ് i = 3, കണ്ടീഷൻ ഫാൾസ് ആണ്, അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും, പ്രിന്റ് ഐ വർക്ക് ചെയ്യും. ഇനി ഐയുടെ വാല്യൂ 5 ആവില്ല, ബിക്കോസ് വൈലിനകത്തുള്ള നമ്മുടെ കണ്ടീഷൻ കൊടുത്തിരിക്കുന്ന i<4 വരെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് കണ്ടിന്യൂ. അപ്പോൾ നമുക്ക് രണ്ട് ജംപ് സ്റ്റേറ്റ്മെന്റുകളുള്ളത്, ഒന്ന് ബ്രേക്ക്, മറ്റൊന്ന് കണ്ടിന്യൂ. ബ്രേക്ക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് ഇന്നർമോസ്റ്റ് ലൂപ്പിൽ നിന്ന് നമുക്ക് പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്ത് പുറത്തു വരാൻ സാധിക്കും. ദാറ്റ് ഇസ് ബ്രേക്ക് എന്ന് പറയുന്ന ജംപ് സ്റ്റേറ്റ്മെന്റ്. കണ്ടിന്യൂ എന്ന് പറയുന്നത് വി ആർ യൂസിങ് ഫോർ സ്കിപ്പിംഗ് എ പെർട്ടിക്കുലർ പാർട്ട്. മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ് എക്സിറ്റ്. എക്സിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഡിഫൈൻ ഇൻ ദ മോഡ്യൂൾ സിസ്. സിസ് എന്ന് പറയുന്ന മോഡ്യൂളിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് എക്സിറ്റ് എന്ന് പറയുന്നത്. യൂസിങ് ദിസ് വി ക്യാൻ ടെർമിനേറ്റ് എ പ്രോഗ്രാം അറ്റ് എനി സ്റ്റേജ്. ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് വി ക്യാൻ ടെർമിനേറ്റ് ദ പ്രോഗ്രാം അറ്റ് എനി സ്റ്റേജ്. ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ട് സിസ്. സിസ് എന്ന മോഡ്യൂളിൽ നിന്നാണ് നമ്മൾ ഇതിനു മുമ്പ് മാത്ത് എന്ന ലൈബ്രറി, മാത്ത് എന്ന് പറയുന്ന മോഡ്യൂളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ സൈനും കോസൊക്കെ ഇമ്പോർട്ട് ചെയ്തിരുന്നു. അതിന് പകരം ഇവിടെ സിസ് എന്ന് പറയുന്ന മോഡ്യൂളിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇമ്പോർട്ട് sys.exit. ഇതാണ് ഇതിൻ്റെ സിൻടാക്സ്. യൂസിങ് ദിസ് വി ക്യാൻ ടെർമിനേറ്റ് ദ പ്രോഗ്രാം അറ്റ് എനി സ്റ്റേജ്.